പണ്ട് ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ പാൽക്കായം വിൽക്കാൻ നടക്കുന്ന ആളുകൾ പാട്ട് പാടിയിട്ടാണ് പാൽക്കായം വിറ്റത്. അവർ പാടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ഈ ദുബായ് കത്ത് പാട്ടാണ്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ ഭർത്താവ് വായിക്കുവാൻ, ഇങ്ങനെയാണ് ആ പാട്ട് തുടങ്ങുന്നത്. ഇത് പറയുന്ന കൂട്ടത്തിൽ ഇയാളൊരു ചപ്പളാങ്കട്ട പോലത്തെ ഒരു സാധനം ഇങ്ങനെ പിടിച്ചിട്ട് ടക്കട്ടക്കട്ടടാ ടക്കട്ടക്കട എന്നത് അടിക്കുകയും ചെയ്യും. എന്നിട്ട് പാടും. ഒരു 4 വരി പാടിയിട്ട് പിന്നെ പാൽക്കായത്തെ പറ്റി പറയും, പിന്നെ ദുബായ് കത്ത് പാട്ടിനെ പറ്റി പറയും. ആ ഭർത്താവിനെ കാണാതെ ഭർത്താവിൻ്റെ സാമീപ്യത്തിന് വേണ്ടി കൊതിക്കുന്ന ഭാര്യയുടെ ആ ഹൃദയ വേപതു അദ്ദേഹം പങ്കുവയ്ക്കും. പിന്നെ പാൽക്കായത്തെ പറ്റി പറയും, പിന്നെ പാട്ട് പാടും. അപ്പോൾ ഈ കലാസ്നേഹികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്, പാൽക്കായത്തിൻ്റെ മഹത്വം കേട്ടിട്ടല്ല, ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കൂടും. ദേശം കവലയിലൊക്കെ ഇങ്ങനെ ആളുകൾ പാൽക്കായം വിൽക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഓർക്കാൻ കാര്യം വെച്ചാൽ ഈ ബഹുമാനം എന്ന് പറയുന്നത് കാശ് കൊടുത്ത് മേടിക്കാൻ കിട്ടുന്ന കാര്യമല്ല. ആളുകളുടെ ഉള്ളിൽ നിന്ന് സ്വയമേവ ഉണ്ടായി വരേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഞാനൊരു മഹാനാണ് എന്ന് എനിക്ക് അഭിപ്രായം പോരാ. ആ മഹാനാണ് എന്ന് തോന്നൽ മറ്റുള്ളവർക്കുണ്ടാകും, അപ്പോഴേ ബഹുമാനിക്കൂ. അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു അപകർഷതാ ബോധമുണ്ടാവും. എന്നെ കണ്ടാൽ ആരും ബഹുമാനിക്കുന്നില്ല, എന്നെ കാണുമ്പോൾ ആളുകൾ എഴുന്നേറ്റ് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ആ തോളത്ത് കിടക്കുന്ന 2-ആം മൂണ്ട് എടുത്ത് അരയിൽ കെട്ടുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നാൻ തുടങ്ങിയാൽ വലിയ ബുദ്ധിമുട്ടാവും. കേരളത്തിൽ ഒരുപാട് മുഖ്യമന്ത്രിമാരും ഉണ്ടായിട്ടുണ്ട്. അത് കേരളമാകുന്നതിന് മുമ്പ് തിരുവിതാംകൂർ സംസ്ഥാനത്ത് പട്ടം താണുള്ള സാറ് മുഖ്യമന്ത്രിയാണ്. അന്ന് തിരുവിതാംകൂർ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത്. തിരുവിതാംകൂർ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന കാലത്ത് ആ പട്ടം താണുള്ളയാണ് തിരുവിതാംകൂറിൽ പ്രധാനമന്ത്രി. പിന്നെ തിരുക്കൊച്ചി സംയോജനത്തിന് ശേഷവും കുറച്ചാളും കൂടി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞത്. അങ്ങനെ അദ്ദേഹം തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായി. നമ്മുടെ ടി.കെ. നാരായണപിള്ള തിരുക്കൊച്ചി പ്രധാനമന്ത്രിയായി. പിന്നീട് മുഖ്യമന്ത്രിമാരായി. അങ്ങനെ മുഖ്യമന്ത്രിമാർ ആയിട്ട് നാരായണപിള്ള ഉണ്ടായിരുന്നു, പിന്നീട് സി കേശവൻ ഉണ്ടായിരുന്നു, എ.ജെ. ജോൺ ഉണ്ടായിരുന്നു, പനമ്പള്ളി ഗോവിന്ദമേനോൻ ഉണ്ടായിരുന്നു. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇ.എം.എസ്. നമ്പൂതിരിപ്പാട്, പിന്നെ ആർ ശങ്കർ, പിന്നെ അതിനുശേഷം അച്യുതമേനോൻ, സി.എച്ച്. മുഹമ്മദ് കോയ, പി.കെ. വാസുദേവൻ നായർ, എ.കെ. ആൻ്റണി, അങ്ങനെ ഉമ്മൻചാണ്ടി, വി.എസ്. അച്യുതാനന്ദൻ, ഏറ്റവും ഒടുവിൽ നമ്മുടെ കാരണഭൂതൻ വരെ മുഖ്യമന്ത്രി വരെ. ഇവർക്ക് ആർക്കും ഈ സമയത്ത് ബഹുമാനം കുറഞ്ഞു പോയി എന്നൊരു തോന്നലുണ്ടായിരുന്നില്ല. ജനങ്ങളവരെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ബഹുമാനിച്ചു. അല്ലാണ്ട് അന്നദാതാവായ പൊന്നു തമ്പുരാൻ എന്ന രീതിയിലൊന്നും കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയാണ് കേരളീയർ ഒരിക്കലും ആദരിച്ചിട്ടില്ല, ബഹുമാനിച്ചിട്ടില്ല, ബഹുമാനിക്കുകയില്ല. മലയാളികളുടെ സ്വഭാവം നമുക്കറിയാം. ആ മുഖ്യമന്ത്രി ശരി മുഖ്യമന്ത്രി, അത്രേ ഉള്ളൂ. ആ രീതിയിലുള്ള ബഹുമാനമൊക്കെ എല്ലാ മുഖ്യമന്ത്രികൾക്കും കിട്ടിയിട്ടുണ്ട്. ഒരു കഴിവില്ലാത്ത, നിറമോ മണമോ ഗുണമോ ഇല്ലാത്ത എ.കെ. ആൻ്റണിക്ക് പോലും അദ്ദേഹം അർഹിക്കുന്ന രീതിയിൽ ന്യായമായ രീതിയിലുള്ള ബഹുമാനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ജനങ്ങൾ സ്നേഹിച്ച മുഖ്യമന്ത്രിമാരുണ്ട്. ഇപ്പോൾ ഇ.കെ. നായനാരെ ആളുകൾക്ക് സ്നേഹമായിരുന്നു, ഉമ്മൻചാണ്ടിയെ വലിയ സ്നേഹമായിരുന്നു, വി.എസ്. അച്യുതാനന്ദനോട് ആളുകൾക്ക് ന്യായമായ ബഹുമാനവും ആദരവും ഉണ്ട്. അച്യുതമേനോടും അതുപോലെ തന്നെയായിരുന്നു. ഇ.എം.എസ്. നമ്പൂതിരിപ്പാടിനെ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ഭരണ മികവ് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായ മറ്റ് കഴിവുകൾ കാരണം അദ്ദേഹത്തെ ബഹുമാനിച്ചു. ആർ ശങ്കറിൻ്റെ തലയെടുപ്പും ഗാംഭീര്യവും ഒക്കെ കണ്ടാൽ ബഹുമാനം ഇല്ലാത്തവനാണെങ്കിലും ഇരിക്കുന്നവന് ഇരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകാൻ ആ രീതിയിലുള്ള ഒരു ആകാര സുഷമയും ഗാംഭീര്യമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജനങ്ങളുടെ ആ സ്നേഹാദരവുകൾ പിടിച്ചു പറ്റുക. അപ്പം അങ്ങനെ നമ്മുടെ കാരണഭൂതൻ്റെ ഭരണം 9 കൊല്ലം കഴിഞ്ഞ് 9.5 കൊല്ലം കഴിഞ്ഞ് 9.25 കൊല്ലം ആയപ്പോഴാണ് പെട്ടെന്ന് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലിരിക്കുന്ന ഒരു അണ്ടർ സെക്രട്ടറിക്ക് ഒരു ഉൾവിളി ഉണ്ടായിരുന്നു. അത് അണ്ടർ സെക്രട്ടറിമാർ ഒരുപാടുണ്ട്, ഡെപ്യൂട്ടി സെക്രട്ടറിമാരുണ്ട്, ജോയിൻറ്റ് സെക്രട്ടറിമാരുണ്ട്, പിന്നെ അഡീഷണൽ സെക്രട്ടറിമാരുണ്ട്, സാക്ഷാൽ സെക്രട്ടറിമാരുണ്ട്, സ്പെഷ്യൽ സെക്രട്ടറിമാരുണ്ട്, പ്രിൻസിപ്പൽ സെക്രട്ടറിമാരുണ്ട്, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുണ്ട്. ഇങ്ങനെ ഒരുപാട് സെക്രട്ടറിമാരെ കൊണ്ട് സുരഭിലമായ ഒരു സ്ഥലമാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ്. അവിടേക്ക് ഒരു അണ്ടർ സെക്രട്ടറിക്ക് പെട്ടെന്നൊരു ഉൾവിളി ഉണ്ടായിട്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ്. അണ്ടർ സെക്രട്ടറിയുടെ സ്വന്തം ബുദ്ധിയിൽ തോന്നിയാണോ, ഇനിയിപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് തോന്നിയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിച്ചാണോ എന്നറിയില്ല, അതോ കാരണഭൂതൻ തന്നെ പറഞ്ഞ് ചെയ്യിച്ചാണോ എന്ന് സംശയമുണ്ട്. കാരണം ഇത് ഭരണപരിഷ്കാര വകുപ്പിൽ നിന്നാണ് ഈ കിതാബ് അല്ലെങ്കിൽ ഈ കടലാസ് വന്നിട്ടുള്ളത്. ഭരണപരിഷ്കാര വകുപ്പ് എന്ന് പറഞ്ഞാൽ P&ARD എന്ന് പറയും, പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ ഭരണപരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു വകുപ്പാണ്. അത് മുഖ്യൻ നേരിട്ട് ഭരിക്കുന്നതാണ്. ആ വകുപ്പിൽ നിന്ന് ഒരു ഇണ്ടാസ് ഇറങ്ങിയിരിക്കുകയാണ്. എന്താണ്, ഇനിമേലിൽ മുഖ്യമന്ത്രിയെയോ മറ്റു മന്ത്രിമാരെയോ പരാമർശിക്കുന്നിടത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി
അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പരാമർശിക്കണം. ബഹുമാനമില്ലാതെ വെറുതെ മുഖ്യമന്ത്രി എന്നും വെറുതെ റവന്യൂ മന്ത്രി എന്നും വെറുതെ കൃഷി മന്ത്രി എന്നും വെറുതെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്നും വെറുതെ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി എന്നും വെറുതെ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി എന്നും പറയാൻ പാടില്ല. ആ മന്ത്രിയെ പറ്റി പറയുമ്പോൾ ബഹുമാനപ്പെട്ട ആ ചേർക്കണം. ഇപ്പോൾ ചിഞ്ചു റാണി എന്ന് പറഞ്ഞൊരു മന്ത്രിയുണ്ട്. അവരെക്കുറിച്ച് ആളുകൾക്ക് ബഹുമാനം കുറഞ്ഞു പോയോ എന്ന് ഇപ്പോൾ സർക്കാരിന് സംശയമൊന്നുമുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി എന്ന് പറയും. അതുപോലെ വീണ ജോർജിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിണി വീണ ജോർജ് എന്ന് പറയും. കായിക വകുപ്പ് മന്ത്രിയുണ്ട് അബ്ദുറഹ്മാൻ. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ എന്ന് പറയും. ശിവൻകുട്ടിയുടെ കാര്യം പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. പുള്ളി ആളുകൾക്ക് ഇപ്പം തന്നെ ഭയങ്കര ബഹുമാനം. അതുകൊണ്ട് എടുത്തു പറയേണ്ട കാര്യമില്ല. എന്നാലും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എന്ന് പറഞ്ഞാൽ ഇനി മേലിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്കാണെങ്കിലും വില്ലേജ് ഓഫീസർമാർക്കാണെങ്കിലും ഒക്കെ അവർക്ക് മേലിൽ ശമ്പളം കിട്ടുള്ളൂ. വെറുതെ വകുപ്പ് മന്ത്രി എന്ന് എഴുതാൻ പാടില്ല. ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി എന്ന് എഴുതണം. അങ്ങനെ ബഹുമാനം പെടുത്താൻ പോവുകയാണ്. ബഹുമാനപ്പെട്ടാന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു വലിയ പെടത്തലും ഉണ്ട്. ഇനി മേലിൽ കേരളീയരെ മൊത്തത്തിൽ ബഹുമാനിപ്പിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ സർക്കാരിൻ്റെ ഈ പുതിയ ഇൻഡാസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് വേണം ഇതിന് പറയാനായിട്ട്. അല്ലാതെ പറയുന്നവരുടെ റേഷൻ കാർഡിൽ അരി വെട്ടും. അരിയും കിട്ടില്ല, മണ്ണെണ്ണ കിട്ടില്ല. ഇപ്പം ഞാൻ മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം സമർപ്പിക്കുക അല്ലെങ്കിൽ ഒരു പരാതി അയക്കുകയാണെങ്കിൽ എങ്ങനെ വേണം? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ വായിച്ചറിയുന്നതിലേക്ക് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് അയക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ട അത്യുന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ബിന്ദു അവർകൾ വായിച്ചറിയുന്നതിലേക്ക് എന്ന് പറഞ്ഞിട്ട് വേണം അയക്കാനായിട്ട്. അതിനിപ്പോൾ വിജയരാഘവൻ വീട്ടിൽ ചെല്ലുമ്പോൾ ബിന്ദുവിനെ ബഹുമാനപ്പെട്ട ബിന്ദു എന്ന് വിളിക്കണം, അല്ലെങ്കിൽ സംഗതി പ്രശ്നവും. കാര്യം പുള്ളി പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്, അതിൽ കാര്യമില്ല. ബിന്ദു മന്ത്രിയാണ്, അവിടെയാണ് പ്രശ്നം. നേരത്തെ ഈ ഗൗരിയമ്മയ്ക്കുള്ള കാലത്ത് മന്ത്രി എന്ന് പോലും പറയണ്ട, ഗൗരിയമ്മ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. കാരണം അവരെ കണ്ടാൽ തന്നെ അവരുടെ ആ ആജ്ഞാശക്തി കണ്ടു ഞാൻ ആർക്കാണെങ്കിലും ബഹുമാനം തോന്നും. പി എസ് ശ്രീനിവാസൻ അങ്ങനെ ബഹുമാനം പേര് ചോദിച്ചു വാങ്ങിക്കേണ്ട ആവശ്യമില്ല. കെ എം മാണി സാർ, ബേബി ജോൺ, ആളുകൾ ബഹുമാനിക്കും. കാരണം അവർക്ക് കഴിവുണ്ടായിരുന്നു, കാര്യങ്ങൾ ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു, ഫയൽ വായിച്ചാൽ മനസ്സിലാവുമായിരുന്നു, ഇംഗ്ലീഷും മലയാളവും സംസാരിക്കാൻ അറിയാമായിരുന്നു. അപ്പോൾ മന്ത്രിമാർക്ക് ഇങ്ങനെ ബഹുമാനപ്പെട്ട എന്ന് എഴുതി വെപ്പിക്കേണ്ട ആവശ്യമില്ല. ബഹു എന്നാക്കിയാലും മതി എന്ന് പറഞ്ഞിട്ട്. അതാണ് എനിക്ക് ബഹു രസമായിട്ട് തോന്നിയത്. ബഹു മുഖ്യമന്ത്രി, ബഹു റവന്യൂ മന്ത്രി, ബഹു മൃഗസംരക്ഷണ മന്ത്രി, ബഹു കായിക വകുപ്പ് മന്ത്രി. ബഹുമാനം മുഴുവൻ വേണമെന്നില്ല. ബഹുമാനത്തിൻ്റെ പിടത്തൽ കഴിച്ച് വെറും ബഹു വെച്ച് നമുക്ക് ബഹുമാനിക്കാം. പക്ഷേ ഈ ഗൗരിയമ്മയ്ക്കോ പി എസ് ശ്രീനിവാസനോ ബേബി ജോണിനൊന്നും ബഹുവിൻ്റെ ആവശ്യമില്ലായിരുന്നു. അവരാളുകളല്ലാതെ തന്നെ ബഹുമാനിക്കും. കാരണം അവർക്ക് കാര്യപ്രാപ്തി ഉണ്ടായിരുന്നു. നാട്ടുപുറത്ത് ഭാഷ പറഞ്ഞാൽ തലക്കകത്ത് കിണസ്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ തലയിൽ കൃഷ്ണി ഉണ്ടായിരുന്നു എന്ന് പറയും ചില സ്ഥലത്തൊക്കെ. കാരണം തലയിൽ കൃഷ്ണിയുള്ള ഒരാളുകൾ അല്ലെങ്കിൽ ബഹുമാനിക്കും. ഇല്ലാത്തവർക്ക് ഇത് എഴുതി വെച്ച് ബഹുമാനിപ്പിക്കേണ്ടതായിട്ട് വരും. അതാണ് പ്രശ്നം. ഇപ്പോൾ വീണ ജോർജിനെ ബഹുമാനിക്കണം നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ബഹുമാനം വരില്ല അവരുടെ ഭരണത്തിൻ്റെ മേന്മ കൊണ്ട്. അതുകൊണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോകും? സർക്കാർ ബഹുമാനപ്പെട്ട എന്ന് എഴുതി വെപ്പിക്കാൻ പോകും. പക്ഷേ ഇതിൽ വേറൊരു പ്രശ്നമുണ്ട്, പ്രോട്ടോക്കോളിൻ്റെ ഒരു വിഷയമുണ്ടെന്ന് വെച്ചാൽ ഈ സാധാരണ മന്ത്രിമാരെയൊക്കെ ഇപ്പോൾ ബിന്ദുവിനോ വീണ ജോർജിനോ അതിൽ ഈ അബ്ദുറഹ്മാനെയൊക്കെ നമുക്ക് ബഹുമാനപ്പെടൽ കൊണ്ട് നിർത്താം. മുഖ്യമന്ത്രിക്ക് അത് മതിയോ? അത് പോരാ. മുഖ്യമന്ത്രിയെ പോലെ മഹാനായ ഒരു വ്യക്തിയെക്കുറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ. മുഖ്യമന്ത്രി വാഴ്ത്തപ്പെട്ട മുഖ്യമന്ത്രി എന്നാണെങ്കിൽ കുറച്ചുകൂടി കുഴപ്പമില്ല. അല്ലെങ്കിൽ അന്നദാതാവായ പൊന്നു തമ്പുരാൻ, വഞ്ചി ഭൂപതി, കുലശേഖര കിരീടപതി, മന്നെ സുൽത്താൻ, ഷംഷർ ജംഗ് എന്നൊക്കെയുള്ള ചില ടൈറ്റിൽസ് ഉണ്ടായിരുന്നു പണ്ട് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജ. അതുപോലെ വല്ലതൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കാം. അങ്ങനെയുള്ള പൊന്നു തമ്പുരാൻ, അല്ലെങ്കിൽ കാണപ്പെട്ട ദൈവം, രാജാവ് പ്രത്യക്ഷ ദൈവതം എന്ന് പറയാം. കാണപ്പെട്ട ദൈവമാണ് രാജാവ്. ഇദ്ദേഹമാണെങ്കിൽ മഹാരാജാവാണ്, ചക്രവർത്തിയാണ്, അഖില കേരള ചക്രവർത്തി, പിണറായി മഹാരാജാവ്, മന്നെ സുൽത്താൻ, ഷംഷർ ജംഗ് എന്നൊരു ടൈറ്റിൽ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിയമസഭാ രേഖകളിലൊക്കെ പരാമർശിക്കുമ്പോൾ ഇങ്ങനെ വേണം പരാമർശിക്കാൻ. വെറുതെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ പോരാ. അന്നദാതാവായ പൊന്നു തമ്പുരാൻ, വഞ്ചിക്ഷേമ കിരീടപതി, കുലശേഖര കിരീടപതി, പിണറായി മഹാരാജാവ്, ഷംഷർ ജംഗ് എന്ന് ചേർക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെയൊക്കെ വേണം. ഇപ്പോൾ രാജവാഴ്ചക്കാലത്തെ പോലെയുള്ള ടൈറ്റിൽസ് കൊടുക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അതൊക്കെ പണ്ടുള്ള ആളുകൾ ഒരുപാട് ആലോചിച്ച് ഉണ്ടാക്കിയ ബലിതങ്ങളും ബഹുമതികളും തന്നെയാണ്. അങ്ങനെ ഉള്ളൊരു കാലത്തേക്ക് നമ്മൾ പോവുകയാണ്.
അപ്പോൾ ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് തിരുവിതാംകൂർ നിയമസഭയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഈ പണ്ടെന്ന് വെച്ചാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തിരുവിതാംകൂറിൽ രാജവാഴ്ചയും ബ്രിട്ടീഷ് മേൽക്കോയ്മയുള്ള കാലമാണ്. അന്ന് ശ്രീമൂലം പ്രജാ അസംബ്ലിയിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ദിവാൻ, ബഹുമാനപ്പെട്ട പുള്ളി തീരൂല, അതിനേക്കാളും വലിയ പാർട്ടിയാണ്, ഗടാഗടിയനായിട്ടുള്ള തിരുവിതാംകൂർ ദിവാൻ സാർ CP രാമസ്വാമി ആയിരുന്നു. അദ്ദേഹം എന്തോ പറഞ്ഞപ്പോൾ സ്റ്റേറ്റ് കോൺഗ്രസിനെ കുറിച്ച് സോക്കോൾഡ് സ്റ്റേറ്റ് കോൺഗ്രസ് എന്ന് പരാമർശിച്ചു. അത് കേട്ട് സ്റ്റേറ്റ് കോൺഗ്രസ് ചാടി എഴുന്നേറ്റു. സ്റ്റേറ്റ് കോൺഗ്രസിനെ കുറിച്ച് സോക്കോൾഡ് എന്ന് പറഞ്ഞത് തെറ്റാണ്, അങ്ങനെ പരാമർശിക്കാൻ പാടില്ല. അപ്പോൾ ദിവാൻ അതിനെ ലഘൂകരിച്ചു, നിസ്സാരീകരിച്ചു. അദ്ദേഹം പറഞ്ഞു സ്റ്റേറ്റ് കോൺഗ്രസ് കോൾഡ് സോ എന്ന്, സ്റ്റേറ്റ് കോൺഗ്രസിനെ അങ്ങനെ പരാമർശിച്ചു എന്ന് മാത്രമേ. അത് കഴിഞ്ഞ് പട്ടം താണുള്ള സാർ എഴുന്നേറ്റ് നിന്ന് അതിന് മറുപടി പറഞ്ഞു. അദ്ദേഹം അന്നത്തെ പ്രസംഗത്തിൽ എല്ലാ കാര്യങ്ങളും സോക്കോൾഡ് ചേർത്താണ് പരാമർശിച്ചത്. സോക്കോൾഡ് ട്രാവൻകൂർ ദിവാൻ, സോക്കോൾഡ് ഹിസ് ഹൈനസ്, സോക്കോൾഡ് വില്ലേജ് ഓഫീസർ, സോക്കോൾഡ് തഹസീൽദാർ, സോക്കോൾഡ് പോലീസ്, സോക്കോൾഡ് പോലീസ് കോൺസ്റ്റബിൾ, സോക്കോൾഡ് പോലീസ് സൂപ്രണ്ടൻറ്റ്. ഇങ്ങനെ ആദ്യം അധ്യാന്തം സോക്കോൾഡായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ദിവാൻ സ്വാമിക്ക് അന്ന് ഊണ് കഴിക്കേണ്ടി വന്നില്ല. പക്ഷേ അത് പട്ടണമാണല്ലോ സാറേ, പുള്ളിക്ക് അതൊക്കെ പറയാനുള്ള ആംബിയറുണ്ട്, അതൊക്കെ പറയാനുള്ള ഭാഷാ സ്വാധീനമുണ്ട്. അത്രയും ഗംഭീരനായിരുന്നു. ഞാനിത് പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് എല്ലാവരെയും ബഹുമാനപ്പെട്ട ചേർത്ത് പറയാം. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, ബഹുമാനപ്പെട്ട വില്ലേജ് ഓഫീസർ, ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി, ബഹുമാനപ്പെട്ട പോലീസ് മന്ത്രി, ബഹുമാനപ്പെട്ട പോലീസ് കോൺസ്റ്റബിൾ, ബഹുമാനപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ. നമുക്കിപ്പോൾ എന്താ ചിലവതേ, ഒരു ബഹുമാനം കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതി അയക്കുമ്പോൾ ബഹു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറഞ്ഞ് കൊടുക്കും. വില്ലേജ് ഓഫീസിലേക്ക് കൊടുക്കുമ്പോൾ ബഹു വില്ലേജ് ഓഫീസർ. പിന്നെ മൃഗസംരക്ഷണ വകുപ്പിലെ മൃഗഡോക്ടർക്കാണെങ്കിൽ ബഹു മൃഗഡോക്ടർ എന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്കും അത് കേൾക്കുന്ന വായിക്കുന്നവർക്കും ഒരു സുഖം ഉണ്ടാവും, പറയുന്ന നമുക്കും ഒരു സന്തോഷം ഉണ്ടാവും. അതിനാണ് നമ്മൾ ബഹു സന്തോഷം എന്ന് പറയുന്നത്. ഏതായാലും പരിപാടി വളരെ നന്നായിട്ടുണ്ട്. PNDRDയുടെ ഈ സർക്കുലറിനെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ബഹു താച്ച. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.